ഹായ്. ഇന്നും വന്നു മക്കളെ അമ്മ. ഇന്ന് അമ്മ വളരെ എളുപ്പമുള്ളൊരു ടിപ്പായിട്ട് വന്നത്. അതിൻ്റെ മുന്നേ അമ്മ ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ഇന്നത്തെ ടിപ്പ് അമ്മ പറഞ്ഞുതരാം കേട്ടോ. വലിച്ചു നീട്ടാതെ പറഞ്ഞുതരാം. എളുപ്പമുള്ളതാണ്, കുട്ടികൾക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ്. നിങ്ങൾ ഈ സ്കൂളിൽ പോണ കുട്ടികളാണെങ്കിലും കോളേജിൽ പോണവരാണെങ്കിലും ഏത് പ്രായക്കാർക്ക് എപ്പോഴും ഉപയോഗിക്കാം കേട്ടോ. ഈ കുട്ടികൾക്ക് എന്നല്ല, ഈ 40 കഴിഞ്ഞവർക്കും 50 കഴിഞ്ഞ അമ്മമാർക്കും എന്നും വേണ്ടത് മക്കളെ. നമുക്ക് പോകുമ്പോൾ മുടിയുടെ കാര്യമാണെങ്കിലും മുഖമാണെങ്കിലും നമ്മളെ ഒരു കോൺഫിഡൻറ്റ് കിട്ടാൻ ഏത് പ്രായക്കാർക്കും അത് വേണം മക്കളെ. കുട്ടികൾക്കും വേണം, അമ്മമാർക്കും വേണം, ഒക്കെ വേണം. എന്നാൽ അമ്മ ടിപ്പ് പറഞ്ഞു തരട്ടെ. ഇന്ന് അമ്മ മുഖത്തേക്കുള്ള എളുപ്പമായൊരു കാര്യം പറഞ്ഞു തരികയാണ്. ഓക്കെ, നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് അമ്മ പറഞ്ഞു തരുന്നത്, നിങ്ങൾ രാവിലെ എണീച്ച് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി നന്നായി, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണോ മുഖം, ഏത് ഫേസ് വാഷാണോ സോപ്പാണോ എന്താണെങ്കിലും നിങ്ങൾ മുഖം സോപ്പാണെങ്കിൽ നിങ്ങൾ ലൈറ്റായിട്ട് എടുക്കാവൂ, ഫേസ് വാഷും ലൈറ്റായിട്ട്. എന്താ വെച്ചാൽ നമ്മൾ മുഖം പറന്നാവണത് ഈ സോപ്പിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടാണ് മക്കളെ. സോപ്പ് അത്ര നന്നല്ല. പണ്ട് കാലത്ത് നമ്മളെ അമ്മമാരൊക്കെ എന്താ തേക്കുന്ന അറിയില്ല നിങ്ങൾക്ക്? ഒന്നുമില്ലെങ്കിൽ ഒന്നും തേക്കാനില്ലാത്ത ആൾക്കാർ തവിട് അടക്കം തേച്ചിട്ടുണ്ടായിരുന്നു. തവിട് അറിയോ? നെല്ല് കുത്തിച്ച് കൊടുക്കുന്ന തവിട്. ഇപ്പോൾ അതുകൊണ്ട് ആൾക്കാർ എന്തൊക്കെ അരിയുടെ റൈസ് വാട്ടറൊക്കെ നിങ്ങൾക്ക് അറിയണില്ല. അതൊക്കെ അമ്മ വഴിയാലെ എല്ലാം പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് അമ്മ ചെറിയ ടിപ്പ് പറഞ്ഞുതരാം, എളുപ്പമുള്ളത്. ഇന്ന് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, കുറച്ച് തൈര് എടുക്കുക. മുഖം കഴുകിയിട്ട്, കുളിക്കണമെന്നില്ല, എപ്പോഴായാലും മുഖം കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം കുറച്ച് തൈര്, അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയും പിഴിഞ്ഞിട്ട് അത് നമ്മൾ കൂട്ടി കലർത്തിയതിൻ്റെ ശേഷം മുഖത്ത് നന്നായി മസാജ് ചെയ്ത് അതിങ്ങനെ ഒരു 10 മിനിറ്റ് നിങ്ങളിങ്ങനെ മസാജ് പതുക്കെ കേട്ടോ, ഇങ്ങനെ മേലോട്ട് മസാജ് ചെയ്യണം. കുട്ടികളല്ലേ, ഇപ്പം തന്നെ നല്ല സൗന്ദര്യം നോക്കണം കേട്ടോ. നിങ്ങൾ എപ്പോൾ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തു, ഇവിടെയൊക്കെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നേരെ കണ്ണിൻ്റെ ചുറ്റൊക്കെ ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്ത് നിങ്ങളൊരു 10 മിനിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു വെളിയുന്ന വരെ കുറച്ച് നേരം അവിടെ ഇരിക്കുക. ഒരു 10-20 മിനിറ്റ് നിങ്ങൾ ഇരുന്നോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകി കളഞ്ഞു നോക്കുക. എളുപ്പമുള്ള ടിപ്പല്ലേ അമ്മ പറഞ്ഞു തന്നത്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ നിങ്ങൾ അമ്മ പറഞ്ഞ മുടിയുടെ കാര്യങ്ങളിലേക്കുള്ള താളിയും അങ്ങനത്തെ എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയോ? ഒക്കെ ചെയ്ത് നോക്കിച്ചാൽ നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ അമ്മോടെ. പിന്നെ എല്ലാ പ്രായക്കാർക്കും, ആൺകുട്ടികൾക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. പെൺകുട്ടികളെ മാത്രം ഉദ്ദേശിച്ചല്ല അമ്മ പറയുന്നത്, ഇപ്പം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ. ഇപ്പം AC ഒക്കെ കാരണം മക്കളെ മുടി മുഴുവനും കൊഴിഞ്ഞു പോകണു, ചെറുപ്പക്കാരുടെ അടക്കം കാണുന്നില്ലേ? അങ്ങനെയുള്ളവർക്കൊക്കെ അമ്മ ഈ പറയണതുണ്ടല്ലോ ഉപകാരപ്രദമാണ്. ഓക്കെ, ഇപ്പം ഏത് പ്രായക്കാരിലും മുടി കൊഴിച്ചിൽ സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചിലവർക്ക് ഈ ഗൾഫ് നാടുകളിലൊക്കെ നിന്നാലും ചൂടിന് മുടി കൊഴിയുന്നുണ്ട്. ചിലവർക്ക് AC, എല്ലാവർക്കും AC ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളെ കാലാവസ്ഥ കാരണം ഇപ്പം വീടുകളിൽ മുഴുവൻ AC വെക്കുന്നുണ്ട്. ചിലവർക്ക് സ്ഥിരമായിട്ട് ജോലി ചെയ്യുക AC-യിൽ നിന്നിട്ടാണെങ്കിൽ ചിലവർക്ക് അതിൻ്റെ കേൾക്കുന്നുണ്ട്, മുടി കൊഴിയുന്നുണ്ടെന്ന്. അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും അമ്മ പറഞ്ഞത് ഉപയോഗിച്ചോളൂ കേട്ടോ. ആ ഉലുവയൊക്കെ സൂപ്പറാണ് കേട്ടോ, നിങ്ങൾക്ക് മുടി കൊഴിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾ നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അമ്മയോട് നിങ്ങൾ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരണം. എല്ലാവർക്കും ഉപയോഗപ്പെടുന്നില്ല, അമ്മ ഒരുപാട് പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അമ്മയെ എങ്ങനെ വേണം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നാളെ അമ്മ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കുട്ടികൾക്കുള്ളത്. നമ്മുടെ കുട്ടികളെ പറഞ്ഞാൽ അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗം കേട്ടോ. ഒന്നും അമ്മ വാങ്ങി ഉപയോഗിക്കാൻ പറയുന്നില്ല കണ്ടോ. എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ അമ്മ പറയുള്ളൂ. ഓക്കെ, എന്നാൽ നാളെ അമ്മ വരുന്നവരേക്കും ബൈ.